ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻഡ്സൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് കൗൺസിലിങ്ങിനെ പറ്റിയിട്ടാണ്. എന്താണ് കൗൺസിലിംഗ്? ആർക്കെല്ലാമാണ് കൗൺസിലിംഗ് വേണ്ടത്? കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു പനിയോ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും. ആ ഡോക്ടറെ കണ്ടതിന് ശേഷം നമുക്ക് ഡോക്ടർ മെഡിസിൻ എഴുതും, നമ്മളത് കഴിക്കും. നമ്മുടെ പ്രശ്നം നമ്മുടെ ശരീരത്തിലുള്ള പ്രശ്നം നമ്മളത് നിയന്ത്രിക്കും. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വേദന വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം മിക്ക ആളുകൾക്കും ഇപ്പോൾ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ആളുകളാണ്. എങ്ങനെ ഇത് മാറ്റിയെടുക്കാം എന്നറിയാത്ത ഒരുപാട് പേരുണ്ട് ഈ സൊസൈറ്റിയിൽ. എന്താണ് കൗൺസിലിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം എന്നല്ല. എല്ലാവരും വിചാരം കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം കൊടുക്കൽ, അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കൽ, അതിന് മരുന്ന് കൊടുക്കൽ എന്നൊക്കെയാണ് പല ആളുകളും വിചാരം. യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഉപദേശമല്ല, നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയാൾ പറയുന്നത് മുഴുവൻ തടസ്സപ്പെടുത്താതെ അറ്റൻഷനോടെ കേൾക്കുന്നതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം മനസ്സിലാക്കൽ എന്നാണ്. നമ്മൾ മനസ്സിലാക്കി കൊടുക്കലാണ്, നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു പ്രക്രിയ ഉണ്ടാക്കി കൊടുക്കലാണ് യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ കൗൺസിലിംഗ് നമ്മളെ മാറ്റാൻ ശ്രമിക്കില്ല. നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സഹായം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക. അതൊരു കണ്ണാടി പോലെയാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണാടിന്റെ മുന്നിൽ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ച് നമ്മുടെ കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ കണ്ണാടിക്ക് നമുക്ക് ഇതിനുള്ള പരിഹാരം തരാൻ കഴിയില്ല. ആ കണ്ണാടിക്ക് നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി തരാൻ പറ്റും. ഒരിക്കലും കണ്ണാടിക്ക് പരിഹാരം തരാൻ കഴിയില്ല. എന്തിനാണ് കൗൺസിലിംഗ് വേണ്ടത്? മനുഷ്യരെല്ലാവരും വികാരങ്ങളുള്ളവരാണ്. വികാരങ്ങൾ ഉള്ളിൽ വെച്ച് നടന്നാൽ സമ്മർദ്ദം കൂടും, ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങൾ, ആത്മവിശ്വാസക്കുറവുണ്ടാവും. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. മനസ്സിന് ഭാരക്കേട് തോന്നും. എന്നും പ്രശ്നങ്ങളാണ് ലൈഫിൽ. എന്നും വെറുതെ ഇരുന്ന് കരയുക, എപ്പോഴും നമുക്ക് സങ്കടമായിരിക്കും, ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വികാരങ്ങൾ ഉള്ളിൽ വെച്ച് നടന്നാൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. നമ്മളെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരുപാട് ടാബ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി അത് സ്ലോ ആവും. അതേപോലെയാണ് നമ്മളെ ബ്രെയിന്. ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ വികാരങ്ങൾ ഉള്ളിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി അത് ബ്രേക്ക് ഡൗൺ ആവും. പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് ഭാരക്കേട് ഉണ്ടാക്കും. നമ്മുടെ മനസ്സിനെ ഒരുപാട് ഭാരപ്പെടുത്തും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ. കൗൺസിലിങ്ങില് വികാരങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് ആശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൗൺസിലിങ്ങിന് പോകുന്നത് ഭ്രാന്താണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കൗൺസിലിങ്ങിന് പോകുന്നത് ഒരു ഭ്രാന്തായിട്ടുള്ള ആൾക്കാരാണ് കൗൺസിലിങ്ങിന് പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അത് ഒരിക്കലും എവിടെയും ഒരു സൈക്കോളജിസ്റ്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ല കൗൺസിലിങ്ങിന് പോകുന്നത് ഭ്രാന്തുള്ളത് കൊണ്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു പ്രക്രിയയാണ്, ഒരു തെറ്റിദ്ധാരണയാണ് കൗൺസിലിങ്ങിന് പോകുന്ന ആളുകളൊക്കെ ഭ്രാന്തുള്ള ആളുകളാണ് എന്നുള്ളത്. ഒരിക്കലും എവിടെയും ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടില്ല. ഇത് സൊസൈറ്റിയിൽ മനുഷ്യരുണ്ടാക്കിയ ഒരു തെറ്റിദ്ധാരണയാണ്. അതുപോലെ തന്നെ മുൻപുള്ള കാലത്ത് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് മെന്റൽ ഹോസ്പിറ്റൽ എന്നാ. അതായത് നമ്മളെ മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മെന്റൽ രോഗിയാണ്, അതായത് ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ്, ഭ്രാന്തായിട്ടുള്ള ആളുകളാണെന്ന് മുമ്പുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റൽ ഹോസ്പിറ്റലാണ് എന്ന്. നമ്മുടെ ഉള്ളിൽ ഉള്ള വികാരങ്ങൾ നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാൽ അത് വലിയ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ വികാരങ്ങൾ പുറത്ത് പറയാതെ അത് ഉള്ളിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് നോക്കാം. നമുക്ക്
ഈ ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഫാമിലി പ്രോബ്ലംസ്, റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിന്, ഇപ്പൊ എല്ലാ സ്റ്റുഡൻസിനും എക്സാം ആയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അവർ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക്, സ്റ്റഡിയിൽ പഠനത്തിൽ വീക്കായിട്ടുള്ള ആളുകൾക്കൊക്കെ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ സ്വയം മനസ്സിലാക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം മനസ്സിലാക്കലാണ്. അതുകൊണ്ട് കൗൺസിലിംഗ് വരുന്ന ആളുകൾക്ക് നമ്മൾ സ്വയം മനസ്സിലാക്കാനുള്ളത് പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ മനസ്സിലുള്ള ഈഗോ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ആരുടെയും സഹായം വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനറിയാം, എനിക്ക് ആരുടെയും ഹെൽപ്പും കാര്യങ്ങളും വേണ്ട. പക്ഷേ നമ്മളെ ഗ്രോത്ത് അതിനെ അനുവദിക്കില്ല. നമ്മളെ ഗ്രോത്തിന് ഇനിയും മെച്ചപ്പെടണം എന്നുള്ള ചിന്തയായിരിക്കും. ആ ഒരു ഗ്രോത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൗൺസിലിങ്ങിന് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിൽ ആ ഒരു ഗ്രോത്ത്, നമുക്ക് ഇനിയും മെച്ചപ്പെടണം, നമുക്ക് സ്വയം ഇനിയും നേരാവണം എന്നുള്ളൊരു ബോധം വരുന്നത് കൊണ്ടാണ് പല ആളുകളും കൗൺസിലിങ്ങിന് വരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സഹായം തേടുന്ന ആളാണ്. സഹായം ചോദിക്കുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല, അതൊരു ധൈര്യമാണ്. നമുക്ക് തന്നെ നേരാവണം എന്നുള്ളൊരു മുന്നോട്ടെടുക്കലാണ്. അതായത് നമുക്ക് തന്നെ നല്ലതുപോലെ നേരാവണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് പല ആളുകളും കൗൺസിലിങ്ങിന് വരുന്നത്. നമുക്ക് നേരാവണം എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണ് പല ആളുകളും കൗൺസിലിങ്ങിന് വരുന്നത്. ഡോക്ടർ നമ്മുടെ ശരീരം ചികിത്സിക്കും, അതുപോലെ ഒരു സൈക്കോളജിസ്റ്റ് നമ്മുടെ മനസ്സ് ചികിത്സിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പനി വന്നിട്ട് പോകുമ്പോൾ, നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഏതെങ്കിലും ആളുകൾ നിനക്ക് പ്രാന്തുള്ളത് കൊണ്ടാണ് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതെന്ന് പറയാറുണ്ടോ? അങ്ങനെ ആരും പറയാറില്ല. പക്ഷെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവുകയാണ്, ഒരു കൗൺസിലിംഗ് എനിക്ക് നിർബന്ധമാണെന്ന് പറയുമ്പോൾ ആ ആള് കേൾക്കുന്ന ആള് പറയും നിനക്ക് പ്രാന്താണോ എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? അങ്ങനെ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. രണ്ടും ഒരുപോലെ തന്നെയാണ്. മനസ്സിന് പ്രശ്നം വരുമ്പോൾ അത് സൈക്കോളജിസ്റ്റ്, അതായത് മനസ്സിന് പ്രശ്നം വരുമ്പോൾ സൈക്കോളജിസ്റ്റ് ചികിത്സിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊരു ഡോക്ടർ ചികിത്സിക്കും. അത്ര വ്യത്യാസമുള്ളൂ. മാനസികാരോഗ്യം സംരക്ഷിക്കുന്നത് ആഡംബരമല്ല, അത് അത്യാവശ്യമാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കൗൺസിലിംഗ് ഒരിക്കലും നമ്മൾ പ്രാന്തായിട്ട് ആരും എടുക്കരുതേ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രാന്തായിട്ടുള്ള കാര്യമല്ല. ഈ മെന്റൽ ഹോസ്പിറ്റലിലുള്ള ആളുകളാണ്, അതായത് മെന്റൽ രോഗികളാണ് കൗൺസിലിംഗിന് പോകാൻ ഒരിക്കലും കരുതരുതേ. നമുക്ക് മനസ്സിലുള്ള വികാരങ്ങൾ ഉള്ളിൽ ഇട്ട് വെച്ച് നടക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അവർക്കൊക്കെ കൗൺസിലിംഗ് നിർബന്ധമാണ്. കാരണം ഈ ഒരു സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള ഫാമിലി പ്രോബ്ലംസ്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള ആളുകൾ കൗൺസിലിംഗ് വരാറുണ്ട്. അതേപോലെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് ഒരിക്കലും പ്രാന്ത് എന്നല്ല പറയേണ്ടത്. അവർക്ക് സ്വയം നേരാവണം എന്നുള്ളൊരു ചിന്താഗതി അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവർ കൗൺസിലിങ്ങിന് വരുന്നത്. ആ കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്